ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഗോപി മഞ്ചൂരിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അഥവാ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കോളിഫ്ലവർ എടുത്ത് ഇതുപോലെ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്കോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് നമ്മൾ അവിച്ചെടുത്ത ആ ഒരു കോളിഫ്ലവേഴ്സ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കടായിലേക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് നമ്മൾ അരപ്പ് പരത്തി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു കടായി എടുത്ത് അതിലേക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്കോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് 3 സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്കോട്ട് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കോട്ട് കുറച്ച് സോയാ സോസ് ചേർക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി സോസ്, കുറച്ച് റെഡ് ചില്ലി സോസും കൊണ്ട് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഉള്ളീൻ്റെ മിക്സിലേക്കോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ കോളിഫ്ലവർ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് ആ കോൺഫ്ലവറും സോസസും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് കുറച്ച് കളർ ചേർത്തത്. ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഐസിങ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ അഭിപ്രായമെല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.